ഹായ് ഓൾ, ഇഡൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം KJ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ വൈറ്റ് പേപ്പർ UK ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമ്മൾ ഇനി ഒരു വിസ പുതിയതായിട്ട് എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഉള്ള വിസ റിന്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ ILR സിറ്റിസൺഷിപ്പ് അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് മാറുമ്പോഴാണെങ്കിലും നമുക്ക് വേണ്ടിയ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയെക്കുറിച്ച് അതിനകത്ത് ചില മാറ്റങ്ങൾ പുതിയ നിയമം ആയിട്ട് വരാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കുറച്ചുകൂടെ പ്രാഗൽഭ്യമുള്ളവരെ മതി ഇനിയും ഇവിടെ UK-യിൽ ഈ വിസ കാറ്റഗറിയിലേക്കൊക്കെ പരിഗണിക്കുന്നത് എന്ന് ഇപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഇവർ പറയുന്നത് ഇപ്പോൾ 2021-ലാണേലും ഒക്കെ ഇവിടെ ഒത്തിരി ആളുകൾ പല കാറ്റഗറിയിലായിട്ട് എത്തി. സ്റ്റുഡന്റ് വിസയിലെത്തി, അതിന്റെ ഡിപ്പെൻഡൻസ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ, ഇപ്പം നേഴ്സുമാരുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ നേഴ്സുമാർ വന്നു, അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക് വന്നു, അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് ആളുകൾ വന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നതിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കൂടുതലുള്ളവർക്ക് നല്ല ജോലികൾ കിട്ടാനും അല്ലെ അവർക്ക് നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുവഴി അവരുടെ സോഷ്യൽ, അതായത് ഇവിടുത്തെ സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് രംഗങ്ങളിലുമൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസ് അല്ലാത്തവർക്ക് ഒരു നല്ല ഒരു ജോലി കണ്ടെത്താനോ ഒന്നും തന്നെ സാധിക്കാതെ അവർ വളരെ ലോ സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിലേക്ക് മാറുകയും അവരെ കൊണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന എക്കണോമി ഗ്രോത്തിനോ അല്ലെ സൊസൈറ്റിയുടെ എക്കണോമിക് ഗ്രോത്തിനോ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസിനോ അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും അത് ഒരു സൊസൈറ്റിയിൽ നല്ലതല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ള പ്രൊഫിഷ്യൻസി ലെവൽ കൂടുതൽ വേണം എന്ന് ഇപ്പോൾ പറയാനായിട്ടുള്ള കാരണം. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ഫ്രെയിമാണ് വർക്കാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ CEFR, അതായത് കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ്, അതാണ് CEFR. ആ ലാംഗ്വേജ് ലെവൽ ആണ് ഇവർ നോക്കുന്നത്. അതിന് A1, A2, B1, B2, C1, C2 ഇങ്ങനെ 6 ലെവൽസ് ആണ് അതിനകത്തുള്ളത് ഈ CEFR ലെവലിൽ. അപ്പം ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്ന ഒരാൾക്ക് വേണ്ടിയ ലെവൽ എന്ന് പറയുന്നത് B1 ലെവലാണ്. ഞാൻ ഓരോ ലെവൽസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീഡിയോയിൽ. B1 ലെവലാണ് വേണ്ടിയിരുന്നത് ഈ അറ്റ് പ്രസന്റിൽ. അത് തന്നെയാണ് നമ്മളിപ്പോൾ ILRലോട്ട് മാറുവാണെങ്കിലും വേണ്ടിയത്. B1 ലെവൽ CEFRൽ ലെവൽ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ഈ B1 ലെവൽ കിട്ടാനായിട്ട് നമ്മൾ IELTSൽ ഒരു പർട്ടിക്കുലർ സ്കോർ ബാൻഡ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം IELTSന്റെ റീഡിങ്, സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ വരുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സ്കോർ അനുസരിച്ച് നമുക്കറിയാം 5, 4, 6, 7, 8 അങ്ങനെയൊക്കെ പോകുന്ന സ്കോർ. ആ ഒരു സ്കോറിന്റെ ഒരു റേഞ്ചിൽ B1 ലെവലിലെ ഈക്വലന്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം. എന്നാൽ ഈ സമയത്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ സ്കിൽഡ് വർക്കറിന്റെ ആയിക്കോട്ടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അതല്ലെങ്കിൽ IELTS എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് CEFR ലെവൽ ഒന്നും തന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. എന്നാൽ ഇതെല്ലാം പുതിയ വൈറ്റ് പേപ്പറിലെ പ്രപ്പോസൽ അനുസരിച്ച് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ റൂൾ അനുസരിച്ച് സ്കിൽഡ് വർക്കറായിട്ട് വരുന്ന ആൾക്ക് ഇപ്പോഴുള്ളത് B1 ആയിരുന്നെങ്കിൽ B2 ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെവല് കൂട്ടി. അതുപോലെ തന്നെ അഡൽട്ട് ഡിപ്പെൻഡൻസ്, 18 വയസ്സിന് മുകളിലുള്ള ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നത്, അത് സ്കിൽഡ് വർക്കറിന്റെ ആയിക്കോട്ടെ സ്റ്റുഡൻസിന്റെ ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും അവർക്ക് A1 എന്ന് പറയുന്ന കാറ്റഗറി, അതായത് അവർക്ക് ഏറ്റവും ഫസ്റ്റ് ബിഗിനർ കാറ്റഗറി ലെവലെങ്കിലും പ്രൂവ് ചെയ്തിരിക്കണം IELTS വഴി. ഇനി വിസ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ 3 വർഷത്തെ വിസയ്ക്കാണ് വരുന്നത്. അപ്പം സ്കിൽഡ് വർക്കർ B2 എടുത്തു, ലെവലെടുത്തു, ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ആള് A1 ലെവലും എടുത്തു എന്ന് വെക്കുക. ഇനിയും ഇവിടെ വന്ന് 3 വർഷത്തിന് ശേഷം ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആള് A1ൽ നിന്നും A2 ലെവലിലേക്ക്
വളർന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ അടുത്ത ടെസ്റ്റ് വീണ്ടും എഴുതി A2 എടുക്കണം. ഇനി ടെസ്റ്റ് എഴുതിയല്ല എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന കാര്യമാണ്, നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ UK നാരിക്കുമായിട്ട് ഈക്വലൻസി എടുത്ത് നമുക്ക് അങ്ങനെ CFR ലെവൽ എടുക്കാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്, UK നാരിക്കിൽ എങ്ങനെയാണ് ഈക്വലൻസി എടുക്കുന്നതെന്ന്. ഇനി ഈ പറയുന്ന ഡിപ്പെൻഡൻസ് ആണെങ്കിലും മെയിൻ ആപ്ലിക്കൻ്റ് ആണെങ്കിലും ആരായാലും സെറ്റിൽമെന്റിലോട്ട് മാറുമ്പോൾ, അതായത് ILRലോട്ട് മാറുമ്പോൾ B2 ലെവല് പ്രൂവ് ചെയ്തിരിക്കണം. ഇതാണ് ഇപ്പോൾ പറയാനുള്ള കാരണം എങ്കിൽ മാത്രമേ ഇവിടുത്തെ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ വൃത്തിയായിട്ട് നടത്തി അവരുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും എക്കണോമിക് സ്റ്റെബിലിറ്റിക്കാണെങ്കിലും എല്ലാത്തിനും ഒരു സൊസൈറ്റിയുടെ മുമ്പോട്ടുള്ള നല്ല പോക്കിന് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇത് എന്താണ് ഈ CFR ലെവൽസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ റൂൾ ആയിട്ടില്ല, ഒരു പ്രപ്പോസൽ മാത്രമാണ്. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഇവിടെ വിസയിൽ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ഡിപ്പെൻഡൻസ് ഇപ്പോൾ ഓൾറെഡി 3 വർഷത്തേക്ക് വന്നു, അവരിനി 3 വർഷം കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വിസയിൽ നിൽക്കുന്ന ഡിപ്പെൻഡൻസിനൊന്നും തന്നെ വീണ്ടും ഇത് എഴുതേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ റിന്യൂവൽ നടക്കുന്നവർക്കല്ല, ഇനി പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്ന് അത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ CFR ലെവലിനെ കുറിച്ചൊന്ന് നോക്കാം. A1, A2, B1, B2, C1, C2 ഇങ്ങനെയാണ് ഈ ലെവല് കൂടിക്കൊണ്ടിരിക്കുന്നത്. A1 എന്ന് പറഞ്ഞാൽ ബിഗിനർ ലെവലാണ്, ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ലെവല്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രം പറ്റും, ചില ഫ്രേസസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. A2 എന്ന് പറയുന്നത് ബേസിക് ലെവൽ, അതിൻ്റെ അതായത് ബിഗിനറിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാനൂടെ അറിയാം. ഇനി B1 എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ. ആദ്യത്തെ നമ്പർ A1 എന്ന് പറയുന്ന ലെവലാണ് ബിഗിനർ ലെവൽ, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. A2 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ലെവൽ, അതായത് കുറച്ചുകൂടെ കൂടിയ ലെവൽ. B1 എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ, അതിലും മുകളിലുള്ള. അതിന്റെ മുകളിലുള്ള B2 അതിന് പറയുന്നതാണ് അപ്പർ ഇന്റർമീഡിയറ്റ്. നമ്മൾ പറയും മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ സെയിം കണ്ടീഷൻ തന്നെ. C1 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ. അത് C2 എന്ന് പറയുന്നത് പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇംഗ്ലീഷുകാരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ ലെവലിന്റെ സ്റ്റാൻഡേർഡ് കൂടുന്നത്. ഇനി ഈ നമുക്ക് ഇതിനകത്ത് A1, A2, B1, B2, C1, C2 എന്നുള്ളതിനകത്ത് സ്കിൽഡ് വർക്കറായിട്ട് വരുന്ന ഒരാൾക്ക് ഇപ്പോൾ B1 മതി എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ലെവൽ മതി. പക്ഷേ വൈറ്റ് പേപ്പർ വെച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ പുതിയ പ്രപ്പോസലിൽ പറയുമ്പോൾ അത് B2 ആക്കി മാറ്റി. അതാണ് ഇപ്പോൾ നമുക്ക് കണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയത് A1 എന്ന് പറയുന്ന ലെവലാണ്. അത് പക്ഷേ അവർ വിസ വന്നിട്ട് റിന്യൂ ചെയ്യുമ്പോൾ മീൻസ് 3 വർഷം കഴിഞ്ഞ് വീണ്ടും പുതുക്കുമ്പോൾ A2ലോട്ട് മാറും. പിന്നെ സ്കിൽഡ് ILRലോട്ട് മാറുമ്പോൾ എല്ലാവർക്കും വേണ്ടത് B2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ലെവൽസ് എന്ന് പറയുന്നത് A1, A2 പിന്നെ B1, B2. B1 ഇപ്പോഴത്തെ സ്കിൽഡ് വർക്കറിന് വേണ്ടിയതാണ്, ഇനി അത് B2 ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ A1 എന്ന് പറയുന്ന ലെവൽ കിട്ടാനായിട്ട് നമുക്ക് IELTSന് ഏത് ബാൻഡ് സ്കോറാണ് വേണ്ടിയത്. അതായത് ബിഗിനർ നമ്മളിപ്പോൾ A1 എപ്പോഴാണ് വേണ്ടിയത്, ഇപ്പോൾ നമ്മൾ പുതിയൊരു വിസ എടുത്ത് ഡിപ്പെൻഡന്റിന്റെ കൂടെ സ്കിൽഡ് വർക്കറിന്റെ കൂടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുമ്പോൾ എടുക്കേണ്ടിയ ലെവൽ A1 എടുക്കാനായിട്ട് 2 to 2.5 രണ്ടിനും 2.5 അതിൻ്റെ ഇടയ്ക്കുള്ള ബാൻഡ് സ്കോർ കിട്ടിയാൽ നമുക്ക് A1 ലെവലിൽ എത്താൻ പറ്റും. ഇനി ഇവിടെ 3 വർഷം വന്നു, ആ ഡിപ്പെൻഡന്റ് ഒരു 3 വർഷം കഴിഞ്ഞ് വിസ റിന്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നത് A2 ലെവലിലേക്ക് മാറണമെന്നാണ്. അപ്പോൾ A2 ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക് ലെവൽ. അപ്പം അതിലേക്ക് മാറണമെങ്കിൽ നമുക്ക് IELTSന് വേണ്ടി സ്കോർ 2.5 to 3.5 ആ ബാൻഡ് സ്കോർ ആയിരിക്കണം നമുക്ക് വേണ്ടിയത്. ഇനി B1 എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്കിൽഡ് വർക്കറിന് ഇപ്പോൾ അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് അതായത് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ 4 and 5 ആണ് വേണ്ടിയത്. ഇനിയും ഇവർ പറയുന്നു ഇനിയും പുതിയതായിട്ടുള്ള സ്കിൽഡ് വർക്കറിനെ B1 നിന്ന് B2ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ B2 കിട്ടാൻ വേണ്ടിയ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് 5.5നും 6.5നും ഇടയ്ക്കുണ്ടായിരിക്കണം. അപ്പം
ഇനി ILR വിസയിലേക്ക് മാറുമ്പോൾ, അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന PR-ലേക്കോ മാറുമ്പോൾ എല്ലാവർക്കും വേണ്ടിയത് ഈ B2 ലെവലാണ്. അപ്പോൾ 5.5-നും 6.5-നും ഇടയിൽ ഈ ബാൻഡ് സ്കോർ ഉണ്ടായിരിക്കണം B2 ലെവൽ കിട്ടാൻ. അപ്പം A1 ഏറ്റവും ബേസിക്, അത് ഓർക്കുക, 2-നും 2.5-നും ഇടയ്ക്ക്, അതുപോലെ A2 2.5-നും 3.5-നും ഇടയ്ക്ക്, B2 5.5-നും 6.5-നും ഇടയ്ക്ക്. ഇതാണ് നമുക്ക് വേണ്ടിയ, നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇനിയത്തെ ഈ വൈറ്റ് പേപ്പറിന്റെ ഇത് വെച്ച് വേണ്ടിയ ലെവൽസ്. ഇനി അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് C1-ഉം C2-ഉം, അത് 7.5-നും ഇടയ്ക്കുള്ളത് C1 അഡ്വാൻസ്ഡ്, പിന്നെ പ്രൊഫിഷ്യന്റ് ആണ് C2, അത് 8.5-നും 9-നും ഇടയ്ക്കുള്ളത്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ കാര്യം ഒന്ന് മനസ്സിൽ കരുതുക. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി, ഇപ്പം നാട്ടിൽ നിന്ന് വരാനൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും അതിൽ കൂടുതൽ ട്രൈ ചെയ്യുക, കൂടുതൽ വർക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കൂടുതൽ ഫ്ലുവൻ്റ് ആക്കി എടുക്കാനായിട്ടും ഈ പറയുന്ന ബാൻഡ് സ്കോറുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ.